അങ്ങനെ പറയാൻ കാരണം? ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. ഒരവസരത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളും ഒരു രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. തന്റെ പ്രജകളുടെ കഥ അറിയാൻ, വോട്ട് വാങ്ങാൻ വേണ്ടി. കണ്ടവന്റെ ഒക്കെ തോളിൽ കൈയിട്ടവൻ പിന്നെ ആ നാട്ടിലേക്ക് കടന്നു വരുന്നത് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. കണ്ട ചാളകളിലൊക്കെ കയറി നിരങ്ങിയിട്ട് വോട്ടഭ്യർത്ഥിച്ച സ്ഥാനാർത്ഥി MLA ആയാൽ പിന്നെ അവനെ കാണണമെങ്കിൽ ഡേറ്റ് വാങ്ങിയിട്ട് കാത്തു നിൽക്കണം. സാധുജനങ്ങൾക്ക് അവരപ്രാപ്യരാണ്, അവർക്ക് കാണാൻ കഴിയില്ല. ഇതാണ് വർത്തമാന കാലത്തെ ജനാധിപത്യമെങ്കിൽ പാതിരാത്രിയിൽ ഒരു മനുഷ്യൻ ഇറങ്ങി നടക്കുന്നു. എന്തിനാ ഇറങ്ങി നടന്നത്? ടൈം പാസിനല്ല, കൊളസ്ട്രോൾ കുറക്കാനുമല്ല, പൊണ്ണത്തടി കുറക്കാനല്ല. എന്റെ രാജ്യത്ത് അനീതി എവിടെയെങ്കിലും നടക്കുന്നുവോ, ഏതെങ്കിലും ഒരു സാധു വേദനിക്കുന്നുവോ, ഇതറിയാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും നടക്കുകയാണ്. ദീർഘനേരം നടന്നപ്പോഴോ ദൂരെ ഒരു ചെറ്റക്കുടിൽ നിന്ന് കുഞ്ഞുമോന്റെ കരച്ചിൽ കേൾക്കുന്നു. മഹാന്മാരായ 2 മഹത്തുക്കൾ അങ്ങോട്ട് കടന്നു ചെല്ലുമ്പോ ഒരു കുഞ്ഞു പൈതൽ വാവിട്ട് നിലവിളിക്കുകയാണ്. ഖലീഫക്ക് സഹിച്ചില്ല. ഖലീഫ വാതിലിന് മുട്ടി. എല്ലും തോലുമായ ഒരു സഹോദരി വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോ ഒട്ട് ഗൗരവത്തോടെ ഖലീഫയുടെ ചോദ്യം, എന്തിനേ കുഞ്ഞ് കരയുന്നത്? ഉമ്മയുടെ മറുപടി, എന്റെ കുഞ്ഞ് മുല കുടിക്കാൻ വേണ്ടി കരയുകയാണ്. എന്തേ കുഞ്ഞിന് മുല കൊടുക്കാത്തത്? പച്ചയായ സത്യം ഇല്ലായ്മയുടെ കഥ പറയുന്ന, വല്ലായ്മയുടെ നാളുകൾ വറുതി തീർത്ത ദിവസങ്ങൾ. ആ ഉമ്മ പറയാൻ തുടങ്ങി, ഞാൻ എന്റെ പൈതലിന് മുലപ്പാൽ നിർത്തിയിട്ട് പരിശീലിപ്പിക്കുകയാണ്. എന്തിനെ ഈ ക്രൂരത കാണിക്കുന്നത്? ഖലീഫക്ക് സഹിച്ചില്ല. മിണ്ടാതെ സംസാരിക്കാതെ വിശക്കുന്നു എന്ന് പറയാൻ അറിയാത്ത ഈ പൈതലിന് അള്ളാഹു ഔദാര്യമായി കൊടുത്ത മുലപ്പാല് നിർത്താൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? ഉമ്മ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഈ നാട്ടിലെ ഖലീഫ? അയാൾ മുല കുടിക്കുന്ന മക്കൾക്ക് റേഷൻ കൊടുക്കാറില്ല. എനിക്കാണെങ്കിൽ ഭർത്താവ് ഇവിടെ സുഖമില്ലാതെ കിടപ്പിലാണ്. ഈ റേഷനാണ് ഞങ്ങളുടെ വരുമാന മാർഗം. കിട്ടുന്ന റേഷൻ മതിയാവുന്നില്ല. അതുകൊണ്ട് ഈ കുഞ്ഞിനും കൂടെ റേഷൻ കിട്ടിയാൽ കുടുംബത്തിനൊരത്താടിയാകുമെന്ന് കരുതിയിട്ട് ഞാൻ ഈ കുഞ്ഞിനെ മുലപ്പാൽ നിർത്തിയിട്ട് ശീലിപ്പിക്കുന്നു. അടുത്ത ആഴ്ച റേഷന് പോകുമ്പോ ഈ കുഞ്ഞ് മുല കുടിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവന് റേഷൻ കിട്ടണം. അതിനുള്ള പരിശീലനത്തിലാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഖലീഫ ഗദ്ഗദ കണ്ഠനായിട്ട് തിരിച്ചു നടന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പിറകെ നടന്നു. രണ്ടാളുടെയും കണ്ണിൽ നിന്ന് വെള്ളമൊഴുകുന്നു. അന്ന് സുബഹിയുടെ ജമാഅത്തിന് ഖലീഫ വിതുമ്പുന്നു. നിസ്കാരം കഴിഞ്ഞെണീറ്റ് നിന്നിട്ട് ഒരൊറ്റ പ്രഖ്യാപനം, ഇന്ന് മുതൽ മുല കുടിക്കുന്ന മക്കൾക്കും റേഷൻ ഉണ്ട് കേട്ടോ. എന്റെ തീരുമാനത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കുഞ്ഞുമോന്റെ മുലപ്പാൽ നിഷേധിക്കപ്പെടുകയും നാളെ റബ്ബിന്റെ കോടതിയിൽ ഇയാളുടെ നിയമമാണതിന് കാരണമെന്ന് പറയപ്പെടുകയും ചെയ്താൽ അത് ഏറ്റെടുക്കാനൊക്കെ എനിക്ക് സാധിക്കുമോ എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരല്ലേ നീതിയുടെ കാഹളം മുഴക്കിയവർ. അവർ നീതിയുടെ പക്ഷത്തു നിന്നു. മറ്റൊരു രാത്രി സഞ്ചരിക്കുമ്പോ മനോഹരമായ ഒരു സംഗീതം ഖലീഫയുടെ കാടുകളിൽ വരുന്നു. ഒരു പെൺകുട്ടിയുടെ മനോഹരമായ പാട്ട്. എന്തേ പാടിക്കൊണ്ടിരിക്കുന്നത്? ലഖത്വാല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബു വലൈസ ഇലാ ജംബി ഖലീലുൻ ലാഇബു. ഖലീഫക്ക് ദേഷ്യം വന്നു. എന്താണ് ഒരു പെൺകുട്ടി പാടുന്നത്? രാത്രി വളരെ വൈകിയല്ലോ. വസ്വദ്ദ ജാനിബു, 4 ഭാഗത്തും ഇരുട്ട് പരന്നല്ലോ. വലൈസ ഇലാ ജംബി ഖലീലുൻ ലാഇബു. എന്റെ അടുത്താണെങ്കിൽ എന്നെ കളിപ്പിക്കാൻ ഒരു ചെറുപ്പക്കാരനില്ലല്ലോ. ഈ കട്ടിലിനെ പ്രകമ്പനം കൊള്ളിക്കാൻ, എന്നെ ആനന്ദത്തിന്റെ മൂർധന്യത്തിലെത്തിക്കാൻ ഒരു ചെറുപ്പക്കാരനില്ലല്ലോ. ആരാണ് ഇങ്ങോട്ട് കടന്നു വരിക? ഖലീഫക്ക് സഹിച്ചില്ല. എന്റെ നാട്ടിൽ ഇത്ര പച്ചയായ വൃത്തികേടോ?
ആക്രോശിക്കാൻ വേണ്ടി ഖലീഫ ഒരുങ്ങുമ്പോ രണ്ടാമത് പാടുന്നു, അല്ലാഹു ആണേ സത്യം, യജമാനനായ റബ്ബിനെ ഞാൻ പേടിക്കുന്നില്ലെങ്കിൽ അല്ലാഹു ആണേ സത്യം, പടച്ചവനെ പേടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെ കൊണ്ടുവന്നിട്ട് എന്റെ കട്ടിലിനെ പ്രകമ്പനം കൊള്ളിക്കുമായിരുന്നു. അൽഹംദുലില്ലാഹ്, ഇത് സാധാരണ പെണ്ണല്ല, പടച്ചവനെ പേടിക്കുന്ന പെണ്ണാണ്. ഖലീഫ ചോദിച്ചു, അതിലിന് മുട്ടിയിട്ട് നീ എന്തേ നിന്റെ പുരുഷന് പറ്റിയത്, നിന്റെ ഭർത്താവിനെന്തേ സംഭവിച്ചത്? പെണ്ണ് പറയുന്ന, എന്റെ ഭർത്താവിനെ ഖലീഫ ഇന്ന നാട്ടിലേക്ക് ഇസ്ലാമിന്റെ സൈന്യത്തിൽ പറഞ്ഞയച്ചിരിക്കുന്നു. ആ ഭർത്താവില്ലാത്ത വിഷമത്തിൽ ഞാൻ പാടിപ്പോയതാ. ഖലീഫ പെട്ടെന്ന് ചെന്നു തന്റെ പ്രിയപ്പെട്ട മകളുടെ അരികിലേക്ക്, മകളുടെ അടുത്ത് എന്നിട്ട് ചോദിക്കുന്നു, മോളെ ഞാൻ പച്ചയായിട്ട് നിന്നോട് ചോദിക്കട്ടെ, ഒരു പുരുഷൻ നാട്ടിലില്ലാതെ ഭർത്താവിന്റെ സ്പർശനമില്ലാതെ നിങ്ങളിൽ എത്ര പേർക്ക് സഹിച്ചു നിൽക്കാൻ കഴിയും? എത്ര കാലം നിങ്ങൾക്ക് സഹിച്ചു നിൽക്കാൻ കഴിയും? ഭർത്താവിന്റെ സ്പർശനമില്ലാതെ എത്ര നിങ്ങൾ സഹിക്കും? മകള് പറഞ്ഞു, ഒരു 4 മാസമൊക്കെ ഞങ്ങളങ്ങ് സഹിച്ചോളും, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമമാണ് വാപ്പാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരൊറ്റ ഓർഡർ കീരി 4 മാസത്തിലധികം ഒരു മനുഷ്യനും എന്റെ ഒരു ദൗത്യത്തിന്റെ പേരിലും നാട് വിട്ട് പുറത്തു നിൽക്കാനും പാടില്ലെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വളരെ ശ്രദ്ധേയമാണ് ഈ പ്രമേയം. വളരെ വളരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അറബ് നാടുകളിലൊക്കെ ഒരു കാരണവുമില്ലാതെ 3-4 കൊല്ലമൊക്കെ നിൽക്കുക പലരും. ആ നിൽക്കുമ്പോ ഇവിടെ പല അപകടങ്ങളും സംഭവിക്കുന്നു. ഉത്തരവാദികൾ ആരാ? അറബ് നാട്ടിൽ അധ്വാനിക്കുന്നവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. നിങ്ങളാണ് നാട്ടിൽ തീ പുകയിച്ചത്. നിങ്ങളാണ് പള്ളികളുടെയും മദ്രസകളുടെയും അനാഥാലയങ്ങളുടെയും അബല കേന്ദ്രങ്ങളുടെയും ഒക്കെ ചാലക ശക്തികൾ നിങ്ങളാണ്. ഇവിടെയൊക്കെ ഗംഭീരമായ പുരോഗതി നടക്കുമ്പോഴും നിനക്ക് നിന്റെ കുടുംബത്തോടൊരു ബാധ്യതയുണ്ട് എന്ന് ഓരോ ഗൾഫുകാരനും മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ അവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ഗൾഫുകാരനും മനസ്സിലാക്കണം, ഒന്ന് നാട്ടിൽ പോവാൻ ഒരവസരം കിട്ടിയാൽ 4 മുക്കാല് വരട്ടെ എന്നാലോചിക്കാതെ തന്റെ കുടുംബത്തോടും തനിക്കൊരു ബാധ്യതയുണ്ട് എന്ന സത്യം നാം മനസ്സിലാക്കണം. ലോകപ്രശസ്ത ഖുർആൻ പണ്ഡിതനായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഒരവസരത്തിൽ തന്റെ മുടി ഇങ്ങനെ ഭംഗിയാക്കി വെക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ചോദിച്ചു, എന്തേ നിങ്ങൾ ഈ കാണിക്കുന്നത്? മഹാനവർകൾ പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവുകയാണ്, അതുകൊണ്ട് ഞാനൊന്ന് ഒരുങ്ങുകയാണ്. മഹാനവർകളോട് ചോദിച്ചു, അങ്ങോ ഇത്ര വലിയ ആലിമായ നിങ്ങൾ ഭാര്യയെ കാണാൻ പോകുമ്പോ ഇത്ര സമയം അതിന് ചെലവിടുകയോ? മഹാനവർകൾ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു കൊടുത്തു, ഓരോരുത്തർക്കും തന്റെ ഭാര്യയോട് ചില കടപ്പാടുകളുണ്ട്. അവളിൽ നിന്ന് നീ എന്തൊക്കെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിന്നിൽ നിന്ന് കിട്ടണമെന്ന് അവളും ആഗ്രഹിക്കുന്നുണ്ട്. ആയതുകൊണ്ട് നാട്ടിൽ വരാൻ സാധിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നാടുമായി ബന്ധം പുലർത്തുകയും അവരോട് സഹവസിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി എന്റെ വിഷയത്തിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ അല്ലാഹു തആല തണൽ കൊടുക്കുന്ന ഒന്നാമത്തെ കക്ഷി നീതിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളാണ്. ആ നീതിയുടെ കൂടെ നിൽക്കാൻ സാധിക്കണം. എത്രയെത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ, ഞാൻ രാഷ്ട്രീയം പറയുകയല്ല, ഖായിദെ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടിയൊന്നും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. അദ്ദേഹം മദ്രാസ് അസംബ്ലിയിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോ ഒരു നാൾ റേഷനിങ് ഓഫീസറെ തന്റെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി. റേഷനിങ് ഓഫീസർക്കറിയാം പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നത് വല്ല ഔദാര്യത്തിനും വേണ്ടിയല്ലാതെ വിളിക്കില്ലെന്നറിയാം. ഒട്ടൊരു പുച്ഛത്തോടുകൂടെ റേഷനിങ് ഓഫീസർ മുഹമ്മദ് ഇസ്മായിലിന്റെ സൽക്കാരം സ്വീകരിച്ച് പോരാൻ നേരത്ത് ചോദിച്ചു, അങ്ങ് എന്തേ എന്നെ വിളിച്ചത്? ആ വലിയ മനുഷ്യൻ റേഷൻ കാർഡ് കൊണ്ടുവന്നു കൊടുത്തിട്ട് പറഞ്ഞു, അത്രേ എന്റെ വേലക്കാരി 2 മാസത്തെ അവധിയിൽ പോയിരിക്കുകയാണ്, മണ്ണെണ്ണക്ക് ക്ഷാമമുള്ള കാലമാണ്, ആയതുകൊണ്ട് ഈ 2 മാസം